കുട്ടേട്ടനെ പറ്റി പറയുമ്പം ആള് ഭയങ്കര ജെന്യുവൻ ആണ്. അധികം പുറമോടിയൊന്നും ഇഷ്ടമല്ല. സിമ്പിളാണ് ഭയങ്കര. കുറച്ച് ആംബിവേർട്ടാണെന്ന് പറയാം. ഞാൻ എക്സ്ട്രോവേർട്ടാണ് മാക്സിമം. അപ്പോൾ എൻ്റെ കുറച്ച് നല്ല, എൻ്റെ ഒരുപാട് സ്വഭാവങ്ങൾ നേരെ ഓപ്പോസിറ്റാണ് കുട്ടേട്ടൻ. പക്ഷേ നമ്മൾ തമ്മിൽ നല്ല സിങ്കാണ്. അത് ഞാൻ മാക്സിമം എൻജോയ് ചെയ്യുന്നുണ്ട്. അതിന് അതിൻ്റെതായ ഒരു ബ്യൂട്ടി ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കുട്ടേട്ടനൊപ്പം പറയുന്നതല്ലേ, കല്യാണം എന്ന് പറയുമ്പോൾ നമുക്ക് സ്വന്തം ജീവിതത്തിൽ നിന്ന് ഇങ്ങനെ എല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന രീതിയിലാവരുത്. കുറച്ചും കൂടി അത് എൻറിച്ച്ഡ് ആവണം, ബ്യൂട്ടിഫുൾ ആവണം എന്നാ പറയാം. അപ്പോൾ അതുപോലെല്ലാം ആക്കാൻ നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മുടെ ഒരു ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണ് ജ്യോതി. നമ്മൾ ചെറുതിലേ കൂട്ടായിരുന്നു. അത് നമ്മൾ ഇപ്പോഴും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇപ്പോഴും അത്രയും സ്ട്രോങ് ആയിട്ട് ഇപ്പോൾ പോകുന്നുണ്ട്. ആദ്യം നമ്മളൊരു കീരിയും പാമ്പ് പോലെയായിരുന്നു ഞാനും ജ്യോതിയും. അത്ര അങ്ങോട്ട് അടുത്തല്ലായിരുന്നു. വിച്ചുവും ജ്യോതിയായിരുന്നു ആദ്യം തൊട്ടേ അടുത്തായിട്ട് ക്ലോസ് ആയിട്ട് ഉണ്ടായിരുന്നത്. ഞാൻ പക്ഷെ അത്രയും ക്ലോസ് അല്ലായിരുന്നു ആ ഒരു ടൈം. പക്ഷെ അവളത്ര താല്പര്യം ഉണ്ടായിട്ടില്ല. അവൾക്ക് ഈ പാട്ട്, ഈ അങ്ങനത്തെ പാട്ടിനോടും അങ്ങനത്തെ കാര്യങ്ങളോട് കൂടെയാണ് കുറച്ചുകൂടെ കൂടുതൽ താല്പര്യം ഉണ്ടായിരുന്നത്. ഒരു സിന്ദൂര സൂര്യന്റെ പൊന്നാളമായി ഞാൻ പാടുന്ന പാട്ടിൻ്റെ ഭൂപാളമായി ബലം കൈത്തുമ്പോ മീട്ടുന്ന പൊൻവീണയായി ജലശംഖിൽ തോളുമ്പൊന്നോരോംകാരമായി. അവള് നന്നായിട്ട് പാടുപാടും. നല്ലൊരു ലീഡിംഗ് സിംഗറാണ്. സപ്പോർട്ടിങ് സിംഗറാണ്. എല്ലാ കാര്യത്തിലും നമ്മളെ മുന്നിലേക്ക് എത്തിക്കാൻ വേണ്ടി അവളെ നല്ലോണം പുറകെ നിന്ന് സപ്പോർട്ട് ചെയ്യും. നമുക്ക് ഇപ്പോഴും അത് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. അവളുടെ മാരേജ് ആണ്. നമ്മളെല്ലാ അമ്മമാർക്കും മൂത്ത മോളാണ്. അങ്ങനെ അത്രയും ഒരു ബോണ്ടാണ് നമ്മൾ തമ്മിൽ. ശരിക്കും എന്താ പറയുക, ഒരു കണ്ണാന്തുമ്പി. ശരിക്കും അവളെൻ്റെ ഒരു കണ്ണാന്തുമ്പിയാണ്. അവളേറ്റവും ഒരുപാട് ആഗ്രഹിച്ച ഒരു ലൈഫാണ് അവൾക്ക് കിട്ടിയത്. അവൾ അത്രയും സ്നേഹിക്കുന്ന ഒരാളാണ് കുട്ടേട്ടൻ. കുട്ടേട്ടനും അതുപോലെ തന്നെ അവളെ അങ്ങനെ കൊണ്ടു നടക്കും. ഭയങ്കര ആ ഒരു കെമിസ്ട്രി നമുക്ക് കണ്ടു നിൽക്കാൻ തന്നെ ഭയങ്കര ഒരു രസമാണ്. എൻ്റെ ചെറിയ പ്രായം മുതലേ എൻ്റെ കൂടെ എൻ്റെ അമ്മയെ പോലെ ഇതിലുപരി എൻ്റെ ഒരു ഏറ്റവും നല്ലൊരു ഫ്രണ്ടായിരുന്നു എൻ്റെ ചേച്ചി. ഞാൻ ജ്യോതി എന്ന് വിളിക്കല്, ചേച്ചി എന്ന് വിളിക്കാറില്ല. കാരണം അവനും ഞാനും തമ്മിലുള്ള ബോണ്ടിങ് പറയുന്നതിനേക്കാളും കൂടുതലാണ്. കാരണം ഇത്ര വലിയ കുട്ടിയായാലും നമ്മൾ തമ്മിൽ എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യും. എനിക്കില്ലാത്ത കുറവുകൾ എല്ലാം അവളെ സ്നേഹം കൊണ്ട് നികത്തിയിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് അവൾ പോകുന്നതുകൊണ്ട് വളരെ സങ്കടമുണ്ട്, അതിലൊരു സന്തോഷമുണ്ട്. വളരെ നല്ല മോനാണ്. എല്ലാ ഫാമിലിയിലെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്ന നല്ല കുട്ടിയാണ്. എൻ്റെ ഒരു വലിയ ഡ്രീം എന്ന് പറഞ്ഞാൽ അവനെ ഏറ്റവും നല്ല സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് എത്തിക്കുക എന്നുള്ളതാണ്. ചേച്ചിക്ക് പറ്റിയ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരാളെ തന്നെയാണ് അവള് ചൂസ് ചെയ്തത്. കുട്ടേട്ടൻ നല്ലൊരു ഏട്ടനാണ്. എനിക്ക് കുറെ വർഷമായിട്ട് ഞാൻ കാണുന്നുണ്ട്, അവളെ കൂടെ തന്നെ ഞാനും കാണുന്നുണ്ടല്ലോ. അപ്പോൾ എനിക്ക് വളരെ നല്ലോണം ഇഷ്ടപ്പെട്ടു. എൻ്റെ ചേച്ചിക്ക് ഏറ്റവും ബെസ്റ്റാണ്. ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് ആഗ്രഹിച്ച് നടക്കാൻ പോകുന്നൊരു കല്യാണമാണ്. അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഏട്ടനെ പോലെ ഒരാളെ എൻ്റെ ലൈഫിൽ കിട്ടിയതിൽ. ஆசையா உறவா வரவா
അവരുടെ ജീവിതത്തിന് ഏറ്റവും നല്ല സന്തോഷവും എല്ലാ കാര്യങ്ങളും ഉണ്ടാവട്ടെ. விழியோடு விலகாமலே விரலோடு விரல் சேரவே அடடானே அழக ஆசையா உறவா வரவா. ചതുർമയ്ക്ക് നമ്മുടെ ഹാപ്പി മാരീഡ് ലൈഫ്, നല്ല ഒരു ലൈഫ് ഇനി എപ്പോഴും ഇപ്പോഴും എപ്പോഴും ഇന്നും നിന്റെ കൂടെ തന്നെ ഉണ്ടാവട്ടെ.